ക്രിസ്മസ് അപ്പൂപ്പൻ എപ്പോഴാ വരിക? പാതിരാത്രിയാവും. എന്റെ കുട്ടികൾ ഉറങ്ങിക്കോളൂ. ക്രിസ്മസ് അപ്പൂപ്പൻ വന്നാ മുത്തശ്ശി വിളിക്കാട്ടോ. എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പന്റെ വണ്ടി കാണണം. എല്ലാം കാണാം. നേരം ഒരുപാടായില്ലേ, നമുക്ക് ഉറങ്ങാം. ഉറങ്ങിയാലേ ക്രിസ്മസ് അപ്പൂപ്പൻ വരൂ. ഗുഡ് നൈറ്റ് ബേബീസ്. ഗുഡ് നൈറ്റ് അമ്മേ. എപ്പോഴായിരിക്കും ക്രിസ്മസ് അപ്പൂപ്പൻ വരിക? എനിക്ക് കാണാൻ കൊതിയായി. ഉറങ്ങിയാൽ വരുമെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? നമുക്ക് വേഗം ഉറങ്ങാം. ഇത്ര നേരമായി ഞങ്ങൾ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ കാത്തിരിക്കുന്നു എന്നറിയോ? എവിടെയായിരുന്നു ഇത്രയും നേരം? എത്ര നാടുകളിലെ കുട്ടികളുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ വരുന്നതെന്ന് അറിയാമോ മോൾക്ക്? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടി ഇല്ലാതെ ഞാൻ എങ്ങനെയാ എന്റെ കുട്ടികളുടെ അടുത്ത് എത്തുക? പുറത്തുണ്ട്, കാണണോ? വേണം. എന്നാൽ വാ. ക്രിസ്മസ് അപ്പൂപ്പ, വണ്ടി ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടും നല്ല ക്ലീൻ ആയിരിക്കുന്നല്ലോ. എന്താ അതിന്റെ കുട്ടൻസ്? നിങ്ങളുടെയൊക്കെ സ്നേഹം. അപ്പൂപ്പ, ഈ റെയിൻഡിയർ വലിക്കുന്ന വണ്ടിയൊക്കെ മാറ്റാനായിട്ടോ. നല്ല അടിപൊളി ഇലക്ട്രിക് വണ്ടി എടുക്കണം. സാധനങ്ങളൊക്കെ നല്ല വിശാലമായി വെക്കാൻ പറ്റുന്ന വലിയ വണ്ടി വാങ്ങണം. ഒരു രാത്രി കൊണ്ട് എവിടെയൊക്കെയോ ഉള്ള എത്ര കുട്ടികളെ കാണാനുള്ളതാ. അപ്പോ നല്ല സ്പീഡും മൈലേജും ഒക്കെ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പന് ഇത്രയും ദൂരെ വന്ന് കഷ്ടപ്പെടേണ്ടതില്ലല്ലോ. ഇപ്പൊ ഏത് നാട്ടിൽ നിന്നും ഏത് കുട്ടിക്കും സമ്മാനങ്ങൾ കൊറിയർ ചെയ്താ പോരെ. പക്ഷേ അപ്പൂപ്പന് കുട്ടികളായ നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ? ഇങ്ങനെ നേരിട്ട് വന്ന് കഥകളും തമാശകളൊക്കെ പറയാൻ പറ്റുമോ? അതും ശരിയാണ്. റെയിൻഡിയർ വലിക്കുന്ന മണി കിലുങ്ങുന്ന ഈ വണ്ടിയല്ലേ നാടൊട്ടുക്കും ശരിക്കും ക്രിസ്മസിന്റെ വരവറിയിക്കുന്നത്. ഞങ്ങളൊന്ന് വണ്ടി കയറ്റാമോ? അതിനെന്താ, നമുക്കൊന്ന് ചുറ്റിയടിച്ചു വരാം. ക്രിസ്മസ് അപ്പൂപ്പൻ വന്നു, ഞാൻ കണ്ടു. ഞാനും കണ്ടു. ദേ അങ്ങോട്ട് നോക്ക്. നമുക്ക് പോയി നോക്കാം. മുത്തശ്ശി, ഞങ്ങള് ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടു. മുത്തശ്ശി കണ്ടോ? ഓ കണ്ടു. എന്റെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു സമ്മാനവും തന്നിട്ടാണ് ക്രിസ്മസ് അപ്പൂപ്പൻ പോയത്. ദാ നോക്ക്. ഹായ്, എന്ത് സമ്മാനം മുത്തശ്ശി? തുറന്നു നോക്ക്. ഇതാണ് ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്കിന്റെ കഥ കേട്ടിട്ടുണ്ടോ എന്റെ കുട്ടികള്? ഇല്ല മുത്തശ്ശി, പറഞ്ഞു തരുവോ? എന്നാ കേട്ടോ. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. സിംഹരാജാവ് തന്റെ പ്രജകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ കാട്ടിലെ മറ്റു മൃഗങ്ങൾ തമ്മിൽ എപ്പോഴും അടിപിടിയാണ്. ഇത് പലപ്പോഴായി നമ്മുടെ രാജാവ് നടക്കാൻ ഇറങ്ങുമ്പോൾ കാണാറുണ്ടായിരുന്നു. ഇത് കണ്ട് രാജാവിന് വളരെയധികം സങ്കടമായി. ഇതിനൊരു അവസാനം കാണണമെന്ന് രാജാവ് തീരുമാനിച്ചു. ക്രിസ്മസ് അടുത്തപ്പോൾ രാജാവ് പ്രഖ്യാപിച്ചു, ഞാൻ പലപ്പോഴായി കാണുന്നു, നമ്മുടെ ഈ രാജ്യത്ത് ആർക്കും തമ്മിൽ ഒരു സ്നേഹവുമില്ല. അതിനാൽ ഈ വർഷം രാജ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇത് കേട്ട് എല്ലാവരും സങ്കടത്തിലായി. കുട്ടികൾ കരയാൻ തുടങ്ങി. കാരണം ക്രിസ്മസ് ഇല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ വരില്ല, സമ്മാനങ്ങളും കിട്ടില്ല. ഇതെല്ലാം കണ്ട് ഒരു ബുദ്ധിമാനായ മുയൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവനൊരു ഐഡിയ തോന്നിയത്.
അങ്ങനെ എല്ലാവരും മുയൽ പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ക്രിസ്മസിന്റെ തലേ ദിവസം വന്നെത്തി. മുയൽ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ പ്രജകളും കേക്കുമായി എത്തി. മുയൽ രാജാവിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, അങ്ങയെ കാണുന്നതിന് എല്ലാ പ്രജകളും കൊട്ടാരത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നു. രാജാവ് ഉടനെ ഉമ്മറത്തെത്തി. രാജാവിനെ കണ്ട ഉടനെ മുയൽ നൽകിയിരുന്ന നിർദ്ദേശപ്രകാരം എല്ലാരും കേക്കുകൾ കൈമാറി. അടുത്തു കണ്ട ആൾക്ക് ആലിംഗനവും നൽകി. ഇത് കണ്ട് രാജാവിന് വളരെ സന്തോഷമായി. അങ്ങനെ രാജാവ് വീണ്ടും ക്രിസ്മസ് ആഘോഷം നടപ്പിലാക്കി. അങ്ങനെ അവർ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചു. അന്നു മുതൽ കേക്ക് ക്രിസ്മസ് ആഘോഷത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായി. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റോ എല്ലാരും? അച്ഛൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലടാ. അത് ഞാൻ മറന്നു. നാളെ ന്യൂ ഇയർ തുടങ്ങുകയല്ലേ. നമുക്ക് വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയാലോ? ഞാൻ റെഡി. ബേബിക്ക് അത് പിടിക്കാൻ പറ്റില്ലടാ. നല്ല കനമുണ്ട് അതിന്. അത് അച്ഛനിതാ, അച്ഛൻ നോക്കിക്കോളാം. എന്നിട്ട് ബാക്കിയാവുന്ന ചവറുണ്ടെങ്കിൽ ആ കുഞ്ഞിച്ചോല് കൊണ്ട് അടിച്ചു വാരിക്കോ. എന്താ? ഓക്കേ. ആഹാ, എന്താണ് പതിവില്ലാതെ എല്ലാ സ്ഥലവും വൃത്തിയായല്ലോ. നാളെ ന്യൂ ഇയർ അല്ലേ മുത്തശ്ശി? അപ്പൊ അച്ഛൻ പറഞ്ഞു വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാമെന്ന്. അപ്പോൾ ഞങ്ങളും കൂടി. നല്ല കുട്ടികൾ. പക്ഷേ ഇത് ന്യൂ ഇയർ ദിവസത്തിൽ മാത്രം ഒതുങ്ങി പോകരുത്. നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും എന്നും വൃത്തിയാക്കി വെക്കണം. ഇല്ല മുത്തശ്ശി, ഞങ്ങൾ ഇനി മുതൽ എല്ലാ ദിവസവും വൃത്തിയാക്കും. അങ്ങനെയാണ് നല്ല കുട്ടികൾ ചെയ്യേണ്ടത്. അല്ല മുത്തശ്ശി, എന്തുകൊണ്ടാണ് ഈ ജനുവരി 1 ഒരു വർഷത്തിന്റെ തുടക്കമായത്? അതൊക്കെ വളരെ പണ്ട്, അതായത് BC 45 മുതലാണ് ജനുവരി 1 വീണ്ടും പുതുവർഷമായി അംഗീകരിച്ചത്. അതിനു മുമ്പ് റോമൻ കലണ്ടർ പ്രകാരം മാർച്ചിലായിരുന്നു പുതുവർഷം. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കലണ്ടർ തയ്യാറാക്കിയത്. മുത്തശ്ശി ഒരു മാന്ത്രിക കലണ്ടറിന്റെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ ഒരിടത്ത് ഒരു മുയൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞുകൂടാ, ആ മുയലിന്റെ മുറിയിലെ ചുമരിൽ ഒരു കലണ്ടർ തൂങ്ങിക്കിടപ്പുണ്ട്. ആ കലണ്ടറിൽ ഒരു സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രവുമുണ്ട്. എന്ന് നമ്മുടെ മുയൽ ജോലിക്ക് പോകുമ്പോൾ കലണ്ടറിലെ സുന്ദരിയായ പെൺമുയലിന്റെ ചിത്രത്തെ നോക്കി യാത്ര പറയും. ഹായ്, ടാറ്റാ, പോയിട്ട് വരാട്ടോ. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം നമ്മുടെ മുയൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെക്കുമോ? പോയിട്ട് വരാം, ടാറ്റാ. ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ജോലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അതാ മേശപ്പുറത്ത് നല്ല ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ. ഇതെന്ത് കഥ? അത് കൊള്ളാലോ. എന്തേലും ആവട്ടെ, വിശന്നിട്ട് വയ്യ. മുയൽ മേശപ്പുറത്ത് കണ്ട ചൂടുള്ള ഭക്ഷണമൊക്കെ സ്വാദോടെ കഴിച്ചു. പിറ്റേ ദിവസവും പതിവ് പോലെ മുയൽ ജോലിക്ക് പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ആ മേശപ്പുറത്തുള്ള ഇന്നലെ കഴിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. മുയൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ടത് തന്റെ പാത്രങ്ങളെല്ലാം നന്നായി കഴുകി അടുക്കി വെച്ചിരിക്കുന്നതാണ്. മുയലിന് അത്ഭുതം ഇരട്ടിച്ചു. അങ്ങനെ അടുത്ത ദിവസവും മുയൽ പറഞ്ഞു, അല്ലയോ കലണ്ടറിലെ സുന്ദരി, ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ഈ വീടൊന്ന് വൃത്തിയാക്കി വെക്കാമോ? ഇതും പറഞ്ഞ് നമ്മുടെ മുയൽ ജോലിക്ക് പോയി. പക്ഷെ അന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുയലിനൊരു സംശയം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒന്ന് പോയി നോക്കിയാലോ? അങ്ങനെ മുയൽ പണി നേരത്തെ നിർത്തി വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി ജനൽ വഴി നോക്കിയപ്പോൾ കണ്ടത് കലണ്ടറിലെ സുന്ദരി വീട് വൃത്തിയാക്കുന്നതാണ്. മുയൽ നേരെ കലണ്ടറിലേക്ക് നോക്കി. കലണ്ടറിൽ സുന്ദരിയെ കാണുന്നില്ല. മുയൽ ശബ്ദമുണ്ടാക്കാതെ വീടിന്റെ പിൻവാതിലിലൂടെ കടന്നു ചെന്ന് പെട്ടെന്ന് കലണ്ടർ ചുരുട്ടി വെച്ചു.
ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ സുന്ദരിയോട് മുയൽ പറഞ്ഞു, ഹോ ഹോ എന്റെ സുന്ദരി, നീ ഇനി കലണ്ടറിലേക്ക് തിരിച്ചു പോകണ്ട. നമുക്കൊരുമിച്ച് ഇവിടെ താമസിക്കാം. അതൊരിക്കലും കഴിയില്ല. എന്നെ ഒരു മൂങ്ങ സന്യാസി ശപിച്ച് കലണ്ടറിൽ ഒരു ചിത്രമാക്കി മാറ്റിയതാണ്. ചിത്രത്തോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്ക് മോക്ഷം ലഭിക്കും. പക്ഷേ സന്യാസി എന്നെ വീണ്ടും കണ്ടാൽ? ഒരു സന്യാസിയും ഇവിടേക്ക് വരില്ല. വരുമ്പോൾ നമുക്കപ്പോ നോക്കാം. അങ്ങനെ സുന്ദരി മുയൽ സമ്മതിച്ചു. മുയലിന് ഒരു കൂട്ടായി അവിടെ താമസം ആരംഭിച്ചു. മുയൽ അവൾക്ക് കലണ്ടറിലെ സുന്ദരി എന്ന് തന്നെ പേരും ഇട്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആരും കാണാതെ കലണ്ടറിലെ സുന്ദരി മുയലിന്റെ ആ വീട്ടിൽ താമസിച്ചു പോന്നു. അങ്ങനെ ഒരു ദിവസം മുയൽ ജോലിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കലണ്ടറിലെ സുന്ദരി വീടിന് പുറത്തുനിന്ന് ഒരു കരച്ചിൽ കേട്ടു. ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് 2 കുറുക്കന്മാർ വീടിന് പുറത്ത് കരയുന്നതാണ്. ഞങ്ങള് രാജാവിന്റെ ഭടന്മാരാണ്. രാജാവിന് ഇന്ന് ഭക്ഷണത്തിന് മാനിറച്ചി വേണം പോലും. ഞങ്ങൾ ഒരുപാട് നേരമായി മാനിനെ തിരയുന്നു. ഒരിടത്ത് പോലും കാണാനില്ല. മാനില്ലാതെ മടങ്ങിപ്പോയ ഞങ്ങളുടെ തല പോകും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരു മാനിനെ ഞാൻ തരാം. അവൾ വായുവിൽ കൈ കറക്കി നീട്ടി. അത്ഭുതം എന്ന് പറയട്ടെ, അവരുടെ മുന്നിൽ ഒരു മാൻ പ്രത്യക്ഷപ്പെട്ടു. ഭടന്മാർക്ക് സന്തോഷമായി. അവർ അതിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഹായ്, എന്തു രുചി! ഇത്രയും രുചിയുള്ള ഒരു ഇറച്ചിയും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾക്കിത് എവിടുന്ന് കിട്ടി, ഈ മാനിനെ? ഭടന്മാർ കാര്യം പറഞ്ഞു. ഇത് കേട്ട രാജാവ് ആജ്ഞാപിച്ചു, എങ്കിൽ അവളെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വേണം. വേഗം പിടിച്ചുകൊണ്ടുവാ. മഹാരാജാവേ, ആ സ്ത്രീ ഒരു മുയലിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു. എങ്ങനെ കൊണ്ടുവരും പ്രഭു? ശരിയാണ്, അത് രാജനീതിയല്ല. അതിനൊരു പോംവഴിയുണ്ട്. ആ മുയലിനെ നമുക്ക് ഇല്ലാതാക്കാം, അത്ര തന്നെ. അതെങ്ങനെ? വെറുതെ ഇല്ലാതാക്കാൻ പാടില്ല. അതിനെന്തെങ്കിലും കാരണം വേണം. എന്ത് കാരണം? ഇനി അതും ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ 4 നേരം ഭക്ഷണം തന്ന് പണിക്ക് നിർത്തിയിരിക്കുന്നത്? ആലോചിക്കണോ? സോറി പ്രഭു, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യം ആ മുയലിനെ ഏൽപ്പിക്കാം. അവൻ അത് ചെയ്തില്ലെങ്കിൽ അവനെ നാട് കടത്താം. അങ്ങനെ ആവട്ടെ. എത്രയും പെട്ടെന്ന് അവനെ കാര്യങ്ങൾ അറിയിക്കുക. അങ്ങനെ മുയൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ ഭടന്മാർ മുയലിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മുയലിനെ കണ്ടതും ഭടന്മാർ പറഞ്ഞു, നാളെ വരുമ്പോ രാജാവുമായി ഒരു കുതിരപ്പന്തയം നടത്തണം. പന്തയത്ത് തോറ്റ നിന്നെ പിന്നെ ഈ കാട്ടിൽ കാണില്ല, കേട്ടല്ലോ? പാവം മുയൽ. രാജാവിനാണെങ്കിൽ ഒരുപാട് കുതിരകളുണ്ട്, തനിക്കാണെങ്കിൽ ഒറ്റ കുതിര പോലും ഇല്ല. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ മുയൽ തന്റെ വീട്ടിലെത്തി സുന്ദരിയോട് സങ്കടത്തോടെ പറഞ്ഞു, നിനക്ക് കേൾക്കണോ? നാളെ രാജാവ് എന്നെ നാട് കടത്തും. എന്തിന്? നാളെ രാജാവുമായി ഒരു കുതിരപ്പന്തയം വേണമത്രേ. അതിന് നമുക്ക് എവിടെ ഈ കുതിര? ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ സുഖമായി കിടന്നുറങ്ങിക്കോളൂ. ഞാൻ നാളെ നിങ്ങളെ നേരത്തെ വിളിച്ചുണർത്താം. അങ്ങനെ മുയൽ മനസ്സില്ലാ മനസ്സോടെ കിടന്നുറങ്ങി. നമ്മുടെ സുന്ദരി മുയലാകട്ടെ മാജിക് കാണിച്ച് ഒരു വെളുത്ത കുതിരയെ ഉണ്ടാക്കി. അങ്ങനെ നേരം വെളുത്തു. പുറത്ത് ടക് ടക് എന്ന ശബ്ദം കേട്ടാണ് നമ്മുടെ രാജാവ് ഉണർന്നത്. രാജാവ് കൊട്ടാരത്തിന് പുറത്തു വന്ന് കണ്ട കാഴ്ച കണ്ട് ഞെട്ടി. അതാ നമ്മുടെ മുയൽ കുതിരപ്പുറത്ത് വന്ന് നിൽക്കുന്നു. രാജാവും ഭടന്മാരും പകച്ചുപോയി. അങ്ങനെ പന്തയം ആരംഭിച്ചു. രാജാവിന്റെ കുതിരയെ വെട്ടിച്ചതാ നമ്മുടെ മുയലിന്റെ കുതിര മുന്നോട്ട് പായുന്നു. അങ്ങനെ നമ്മുടെ രാജാവ് പന്തയത്തിൽ തോറ്റുപോയി. ഇനി എന്ത് ചെയ്യും? നമ്മുടെ മുയലിനെ രാജാവ് വീണ്ടും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. നിനക്കെങ്ങനെയാണ് ഇത്രയും കഴിവുകൾ കിട്ടിയത്? അപ്പോൾ മുയൽ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി മുതൽ ഈ രാജ്യം ഭരിക്കാൻ എനിക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. പ്രഭു, അപ്പൊ നിങ്ങൾ കൊട്ടാരത്തിന് പുറത്ത്. ഇനി ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പുതിയ മന്ത്രിമാർ. കലണ്ടറിലെ സുന്ദരിയും മുയലും കൊട്ടാരത്തിൽ താമസിച്ചു. രാജ്യം മുഴുവൻ ആ ദിവസം പുതുവത്സര ദിനമായി രാജാവ്
പഠിച്ചതെല്ലാം ഓർമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും ഫ്രൂട്ട് ചാട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. പെട്ടല്ലോ. വീട്ടിൽ പോയാലും പണി, സ്കൂളിൽ വന്നാലും പണി. മടുത്തു ഈ ജീവിതം. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഐഡിയ. ഒരു ഉപകാരം ചെയ്യാമോ? എന്താ ടോമി? നാളെ വരുമ്പോൾ എനിക്കുള്ള ഹോംവർക്ക് കൂടി ചെയ്തുകൊണ്ട് വരുമോ? അയ്യടാ, നിനക്കെന്താ ചെയ്താൽ? സിമ്പിൾ, മടി. പിന്നെ വീട്ടിൽ പോയാൽ കളിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെ. പ്ലീസ്, നല്ല മോളല്ലേ, ചാർട്ടൊക്കെ ചെയ്തു തരാം. പക്ഷേ അങ്ങനെ ചെയ്തു തന്നാൽ എനിക്കെന്താ ഗുണം? നീ നാളെ ചാർട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ എന്റെ വക ചോക്ലേറ്റ്. ഡീൽ ഡൺ. കഴിഞ്ഞില്ലേ മോളെ? നേരെ ഒരുപാടായല്ലോ. ഇത് തന്നെയല്ല നീ കുറച്ചു മുന്നേ ചെയ്തു കഴിഞ്ഞത്. ഇതെന്താ, എത്ര എണ്ണമാണ് ഉണ്ടാക്കുന്നത്? ടീച്ചർ അങ്ങനെ പറഞ്ഞോ? അയ്യോ അമ്മേ, ഇത് എനിക്കല്ല, ടോമിക്കാണ്. അവന് വേണ്ടി ചെയ്തു കൊടുക്കുകയാ. ചെയ്തു കൊടുത്താൽ അവന് എനിക്ക് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ്. നിങ്ങളൊക്കെ തന്നെയാണ് അവനെ ഇത്രയും വഷളാക്കിയത്. അവന്റെ ഹോംവർക്ക് അവനല്ലേ ചെയ്യേണ്ടത്? അത് നീ ചെയ്തു കൊടുത്താൽ അവൻ എങ്ങനെയാണ് അത് പഠിക്കുക? അത് പിന്നെ അവന് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ. ചോക്ലേറ്റ്? ഇനി നീ ഇവന് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഞാൻ കാണട്ടെ. ടീച്ചറോട് വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ. എല്ലാവരും ഇന്നലെ ഹോംവർക്ക് ചെയ്തില്ലേ? അതുപോലെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക തയ്യാറാക്കി കൊണ്ടുവരണം. ദൈവമേ, വീണ്ടും പെട്ടല്ലോ. ഹോംവർക്ക് നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. ആ ജോമി തന്നെ ശരണം. ജോമി, ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞ ചോക്ലേറ്റ്. പിന്നെ നാളെ വരുമ്പോൾ ഗുണനപ്പട്ടിക കൂടി എഴുതി തരണേ. നാളെ ഞാൻ 2 ചോക്ലേറ്റ് തരാം. അയ്യടാ, ഇല്ലട്ടോ. ഇന്നലെ തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ലോണം കൊണ്ടിട്ടുണ്ട്. നിന്റെ ഹോംവർക്ക് ഇനി മുതൽ നീ തന്നെ എഴുതിയാൽ മതി, എന്നെ നോക്കണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ ഐസ്ക്രീം വാങ്ങിത്തരാം. ഐസ്ക്രീമോ? ലാസ്റ്റ് ആണേ. ഇനി ഞാൻ എഴുതി തരില്ല. ഓക്കെ, ഡീൽ. ടോമി, നിനക്ക് നാളേക്ക് ഹോംവർക്ക് ഒന്നുമില്ലേ ചെയ്യാൻ? അതൊക്കെ അവൾ ചെയ്തു. അല്ല, ഞാൻ ചെയ്തു. ഹാവൂ, എന്ത് സുഖം. വീട്ടിൽ വന്ന ഫുൾ റെസ്റ്റ്. ഹോംവർക്ക് മുഴുവനും അവൾ ചെയ്തോളും. ടീച്ചറുടെ അടുത്ത് നിന്ന് ചീത്തയും കേൾക്കണ്ട. ഇന്നലത്തെ ഹോംവർക്ക് അലക്സ് എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ എത്തിക്കണം. ശരി ടീച്ചർ. ജോമിയെ ഇന്ന് കണ്ടില്ലല്ലോ. അവൾ ഇത് എവിടെ പോയി? അലക്സ്, ടോമി എവിടെ പോയി? അവൾക്ക് എന്ത് പറ്റി? അവൾക്ക് സുഖമില്ല. 2 ആഴ്ചയിലേക്ക് മെഡിക്കൽ അവധിയിലാണ്. ഈശ്വര, പെട്ടല്ലോ. എന്താ, എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. ഞാൻ എന്റെ നോട്ട് എടുക്കാൻ മറന്നു. ടീച്ചർ, ടോമി ഇന്ന് നോട്ട് എടുക്കാൻ മറന്നു പോലും. മറന്നവരൊക്കെ നാളെ വരുമ്പോ 2 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വന്നാ മതി. എനിക്ക് തന്നെ എഴുതിയാൽ മതിയായിരുന്നു. ഇനി ഞാൻ തന്നെ ഹോംവർക്ക് ചെയ്തോളാം. ഇതോടുകൂടെ മതിയായി.